ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വിളവെടുപ്പിനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുക്കാനായിട്ട് വന്നിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് മഴ വന്ന് നമുക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. അതെനിക്ക് ഒത്തിരി നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പാവയ്ക്കൊക്കെ അന്നേരം വിളവെടുക്കാൻ പാകമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം പഴുത്തുപോയി. മഴ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് പൊട്ടി തുറന്ന് അങ്ങനെ നഷ്ടമാകും. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് വിളവെടുക്കണം. ഈ വിളവെടുക്കുന്നതെല്ലാം ഹൈ റേഞ്ചിലോട്ട് കയറ്റി വിടാനുള്ള സാധനം കേട്ടോ. അതിൻ്റെ ആളുകളെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്നാണെന്നറിയാമോ ഓടി നിനക്ക്? കക്കിരിക്ക. കക്കിരിക്കയാണിത്. നീളൻ കുക്കുംബറാണേ. അപ്പോൾ നമുക്കതങ്ങ് വിളവെടുക്കാം. ഇന്നലെ വരെ പെരുമഴ പെയ്തിട്ട് ഇന്നലെ രാത്രി മുതൽ മഴ പെയ്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ മഴ മൂടലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ മഴ വരുമല്ലോ എന്ന് വിചാരിച്ച് വെള്ളം ഒഴിക്കാതിരിക്കും. അപ്പം വെള്ളം ഒഴിക്കാതിരുന്നാൽ ഉടനെ നമ്മുടെ ചെടി വാടിത്തുടങ്ങും. ഇത് പൊട്ടിച്ച് നോക്കാവേ. കണ്ടോ, ഇത് വിളവായിട്ടുണ്ട്. തിന്നു നോക്കി. വിളഞ്ഞു. കുറച്ചും കൂടെ ഇളം ആയിരിക്കുമ്പോൾ പറിച്ചെടുക്കണം. പിന്നെ അത് നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് അർമേനിയൻ കുക്കുംബറാണേ. ഇതെൻ്റെ അനിയത്തിയാണ്. എവിടെയാടി ഇതിൻ്റെ സ്ഥലം? ഇടുക്കി. അടിമാലിയാണ്. അതെ. ഇനി ആ വഴുതനയിലൊരു വഴുതനങ്ങ ഇങ്ങോട്ട് പറിച്ചു. അപ്പുറത്തൂടെ ചെന്നിട്ടേ ആ ഉരുണ്ട വഴുതനങ്ങ ഇങ്ങ് പറിച്ചെടുത്തു. അവിടെ അല്ലേ? ഇതിനോ കറ്റാർവാഴ ഒടി ഇതേപോലെ. നമുക്കിത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന ഇത് നമ്മുടെ ഉരുണ്ട കത്രിക്കയാണേ, വയലറ്റ് നിറത്തിലുള്ളത്. ആ പറിച്ചിട്ടു. ഇവിടെ വലിയ കൃഷിക്കാരിയൊക്കെയാണ്. നമുക്ക് ഇവരുടെ വീട്ടിൽ പോയി കാണണം. ഇനി ഒരു എന്നാടി ഇത് ക്യാപ്സിക്കം ഒന്ന് അതിനകത്ത് കാണിച്ചു കൊടുത്തേ. കണ്ടോ? അതുപോലെ ഇത് 1-2 അത് ഇച്ചിരി വലുതാകട്ടെ പറിക്കാം. ഇവിടെ നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകളാണേ. അപ്പം വിത്തുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിപ്പം പാവലായാലും പയറായാലും പടവലമായാലും എല്ലാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2-3 തക്കാളിക്ക പറിക്കാനുണ്ടേ. ആദ്യം നമ്മൾ വിളവെടുത്തുകൊണ്ടിരുന്നത് ഈ തക്കാളിയാണ്. അപ്പോൾ ആ തക്കാളി എല്ലാം തന്നെ ഏകദേശം പോയി തുടങ്ങി. ചിലപ്പോഴാണെങ്കിൽ മേളിൽ കയറിയിട്ട് കായ്ക്കുമായിരിക്കും. ഇനി അതിന് മുമ്പാണെങ്കിൽ നമുക്കിത് ഇതുണ്ട്. ഇനി അപ്പുറത്ത് 1-2 കൂടെ ഉണ്ട്. നല്ലോണം കളറ് മാറിയ തക്കാളിയാണ് നമ്മൾ വിളവെടുക്കുന്നത്. അതിന് ശേഷമുള്ളത് വീണ്ടും നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ എടുത്താൽ മതി. നമ്മളിവിടെ കൊടുക്കുന്നത് കണ്ടോ, ഈ തക്കാളിയുടെ വിത്തുകളാണ് നമ്മളിവിടെ പാകി മുളപ്പിച്ച ഇതേപോലെ സ്ഥിരമായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തക്കാളി ആണേലും മുളകാണേലും അതുപോലെ വെണ്ടയ്ക്ക ഉണ്ട്, ചുവന്ന വെണ്ടയ്ക്ക. എൻ്റെ ഈ മത്തങ്ങയുടെ പടം എടുത്തപ്പോഴാണ് വിചാരിച്ചത് ഇതെവിടെ ഒരുത്തൻ ഒളിച്ചിരിക്കുന്ന കണ്ടോ. ആ വിളവെടുക്കാറായി. ഞാനാണെങ്കിൽ അത് എടുക്കാം. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അത് നല്ല മത്തങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് മത്തങ്ങ പാകമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്നേ. മത്തച്ചെടിയുടെ വള്ളിയെന്നാണല്ലോ ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ സ്പ്രിങ് പോലെയുള്ളത് ഒരു കളറ് മാറി, അതായത് ഒരു മഞ്ഞ നിറത്തിലേക്ക് അല്ലെ ബ്രൗൺ നിറത്തിലേക്ക്, അതായത് ഉണക്കം അല്ലെങ്കിൽ വാട്ടം തട്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കായ വിളഞ്ഞു തുടങ്ങിയെന്ന് കേട്ടോ. അപ്പം ഇതേ ഈ മത്തങ്ങയുടെ വിത്ത് പാകി മുളപ്പിച്ച് ഉണ്ടായ മത്തങ്ങയാണിത്. ഇതിപ്പോൾ നമ്മൾ നടുന്നത് പറമ്പിലൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പത്തിലുണ്ടാകും. ഇത് നമ്മൾ ടെറസയിലോട്ട് കയറ്റി വിടുമ്പോൾ ഇതിൻ്റെ ചൂട് മാത്രമല്ലേ മണ്ണിലുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വലിപ്പം കുറഞ്ഞു പോകുന്നത് കേട്ടോ. എല്ലാ ഇനം വിത്തുകളും, അതായത് ഇനി നമ്മൾ ചെയ്യുമ്പം ഇപ്പം ചീരയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ ശീതകാല പച്ചക്കറി ചെടികൾ ഏറ്റവും അവസാനത്തെ ഒരു സമയമാണ് നടാനുള്ളത്. കാബേജ്, കോളിഫ്ലവർ, അതുപോലെ ബ്രൊക്കോളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെയുണ്ട്. വിത്ത് കിട്ടാത്തവരോ അല്ലെങ്കിൽ വിത്ത് ആവശ്യമായിട്ടുള്ളവരോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയിലൊരു വാട്സാപ്പ് നമ്പർ തരും. അതിൽ കൂടെ മെസ്സേജ് ഇടണം നിങ്ങൾക്ക് വേണ്ടുന്ന വിത്തുകളുടെ പേര്. അപ്പം ഞാനത് തിരിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പം വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ, നല്ല മരത്തേന്ന് ചവിട്ടീന്നുണ്ടായി തുടങ്ങിയിരിക്കുന്ന മരമുന്തിരിയാണേ. നല്ല മരമുന്തിരി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും ഇത് കാണിച്ചിട്ടാണോ നിങ്ങൾ മുന്തിരി എന്ന് പറയുന്നതെന്ന് പറയും. ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ മുന്തിരിയുടെ അതേ ടേസ്റ്റാണ്. പഴുക്കുന്നതിന് മുമ്പുള്ള സമയത്താണെങ്കിൽ അതിൻ്റെ തോടിന് മുന്തിരിയേക്കാൾ കട്ടി നമുക്ക് നോക്കാം. അതിപ്പോൾ മുന്തിരി ആണെങ്കിൽ പോലും അങ്ങനെയാണ്, ചില ഇനങ്ങൾക്ക് കട്ടി തോന്നിക്കും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അകത്തിൻ്റെ ആ കാഴ്ച, അതായത് മുന്തിരി നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് നോക്കിയാൽ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഈ മരത്തിലുണ്ടാകുന്ന മുന്തിരിയും
നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇത് എസ്കാർലറ്റ് വിഭാഗത്തിൽപ്പെട്ട മരമുന്തിരിയാണേ. ഇത് കണ്ടോ, ബ്രൗൺ നിറത്തിലുള്ള സീതപ്പഴമാണേ. കണ്ടോ, ഇത് 2 എണ്ണം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയും. കുറച്ചും കൂടെ മൂക്കുമ്പം നമുക്കൊരു പേപ്പർ കൊണ്ടോ അല്ലെ പ്ലാസ്റ്റിക് കൂട് കൊണ്ടോ കവറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കിളികൾ നമുക്ക് തരത്തില്ല. ഇത് ഇസ്രയേലി ഓറഞ്ച് ആണേ. ഇതിപ്പോൾ നല്ല പാകമായിട്ട് നിൽക്കുവാണ്. ഇത് ചെയ്യേണ്ട എന്നാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊലി പൊളിക്കുകയൊന്നും ചെയ്യണ്ട. ഒരു 5 or 6 ഇതേപോലത്തെ ഓറഞ്ച് എടുത്ത് കുറച്ച് പഞ്ചസാരയും കുറച്ച് പുതിനയും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ജ്യൂസ് അടിച്ചാൽ നല്ല രുചിയാണ് ഇതിൻ്റെ ജ്യൂസിന്. കണ്ടോ, ദേ ഇതുപോലെ ഞാനിപ്പോൾ 5-6 എണ്ണം പറിച്ചെടുക്കുവാണേ. പറഞ്ഞാൽ നിനക്കിത് കൊണ്ടുപോകണോ ജ്യൂസ് അടിക്കാൻ? അതിന് എന്നാൽ പറിച്ചെടുത്തു. ഇത് മൊത്തം അതിലെ മൊത്തം ഇങ്ങോട്ട് പറിച്ചിട്ടു. ഇവിടെയൊക്കെ ഉണ്ട്. നല്ല കളറ് മാറിയതെടുത്താൽ നല്ലതായിരിക്കും. ഇതും കൊണ്ട് പോയിട്ടേ ഇനി ജ്യൂസ് അടിച്ചാൽ മതി. നല്ല കിടുക്കാച്ചി ജ്യൂസാണ് കേട്ടോ. ഇതൊന്നും നട്ടു വളർത്താനേ ഒരു പ്രയാസവും ഉള്ളതല്ല. നമ്മളൊരു ചുവട് എവിടെന്നെങ്കിലും വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഓറഞ്ച് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ജ്യൂസ് അടിക്കാനാണ് ഇത് നല്ലത് കേട്ടോ. അപ്പുറത്തെ സ്ഥലത്തോട്ടുണ്ടെങ്കിൽ പഴുത്തോണ്ടേ പറിച്ചു. എടി ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു നാരങ്ങ നോക്കണം. കുറച്ച് അമ്പഴങ്ങ പറിക്കാനുണ്ട്. ഇത് മതി കേട്ടോ. അങ്ങോട്ട് പോകും. ബനാന സപ്പോർട്ട് മുള്ളുണ്ട് അതിന്. അത് ഒടിച്ചുകുത്തി നാരകമാണേ, അല്ലെങ്കിൽ സീഡ്ലെസ് ലെമൺ എന്ന് പറയുന്ന സാധനമാണ്. ഉണ്ടോ? അത് ഇങ്ങോട്ടിട്ടു. നല്ലതാണ്. പിന്നെ അപ്പുറത്തോട്ട് ഇതേ ഈ കൊലയിലുണ്ടല്ലോ, ആ കൊല ഞങ്ങൾ ഒന്ന് പൊക്കി കാണിച്ച് പറഞ്ഞേ. അല്ല, നിൻ്റെ അമ്മയ്ക്കായിരിക്കും സൗകര്യം അത്. കണ്ടോ, ഇഷ്ടം പോലെ എണ്ണം നമുക്ക് ഇതേപോലെ ഉണ്ട്. ആ ഒരു കമ്പേ തന്നെ എത്ര ആദ്യം പറിച്ചെടുത്തു. മതിയോ? അപ്പോൾ അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ളത് അവിടെ കാണും. അതേപോലെ ഇത് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്പഴങ്ങയുണ്ട്. കണ്ടോ, അതിൽ ഒരു കൊല അമ്പഴങ്ങ ഇങ്ങനെ പറിച്ചു. കട്ട് ചെയ്ത് ഒടിച്ചോ. എടാ കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള അമ്പഴങ്ങ നമുക്ക് ഇതിൽ കൂടെ കിട്ടും. നീറ് അതേ ആ ചെടിയെ നീറുണ്ടായിരുന്നു കണ്ടോ. പക്ഷെ നീറിനെ നമുക്കിപ്പം കുഴപ്പക്കാരനാണെന്ന് പറയാനും പറ്റുമല്ല. ഈ വർഷം എനിക്ക് പയറിൽ ഒരു മുഞ്ഞ പോലും പിടിക്കാതെ പയർ വിളവെടുക്കാൻ സാധിച്ചതിൻ്റെ പ്രധാന ആളെന്ന് പറയുന്നത് ഈ നീറാണേ. ഒരു അപ്പുറത്തോട്ട് പോയിരിക്കുന്നൊരു വലിയ കൊലയുണ്ട്. അതിടിങ്ങി പറിച്ചു. അതിപ്പം നമ്മൾ സ്ഥിരം അതേ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പഴുത്തും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മളിതേ 2 കൊല അമ്പഴങ്ങ വിളവെടുത്തേ. ഇത് മതി നമുക്ക് നല്ലൊരു അച്ചാർ വെക്കാൻ. ഇത് നീ കൊണ്ടുപോയി അച്ചാർ വെക്കണം കേട്ടോ. വെള്ള അരിഞ്ഞിട്ട് അച്ചാർ വെക്കണേ. കാന്താരി ഇട്ട് മുളക് പൊടി ചേർക്കാതെ വെള്ളയ്ക്ക്. ചെറുനാരകം കണ്ടോ, ഇത് നിറയെ. ഇതിന് സീസൺ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതേ ഇപ്പം കണ്ടോ പൂ വരുന്നുണ്ടോ. ഇപ്പം പൂവുണ്ട്, മൊട്ടുണ്ട്, ഇത്രയും ആയ കായുണ്ട്, അതിനേക്കാൾ വലുതുണ്ട്. ഇത് ഇവിടെയൊക്കെ കണ്ടോ എന്തോരം കായ്കളൊക്കെ എടുക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇഷ്ടം പോലെ. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ചെറുനാരകം നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലെ നമ്മളൊരു നാരകത്തിൻ്റെ തയ്യ് നട്ടുപിടിപ്പിച്ച. എന്നാൽ എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അവരുടെ വീട്ടിൽ 8 വർഷമൊക്കെ ആയിട്ടുള്ള നാരകമുണ്ട്, കായ്ക്കുന്നില്ല എന്ന്. അത് നമ്മൾ ഈ വിത്തുകൾ മുളപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ എടുത്തിട്ട് കളയുന്ന നാരങ്ങ ആയിരിക്കും. അതിൻ്റെ വിത്തൊക്കെ കിടന്ന് കിളുക്കുന്ന നാരകത്തെ കായ്ക്കാനായിട്ട് ചിലപ്പോൾ 10 or 12 ഒക്കെ വർഷം വരെ എടുക്കും. ഇതേപോലത്തെ നാരകത്തൈ നമ്മൾ വാങ്ങിച്ച് നടുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടിപ്പോയ 1 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങും. ഞാൻ സൂത്രം കാണിക്കാവേ. ഉണ്ടാവും, ആദ്യമായിട്ടുണ്ടാകുന്നതാണ്, ആദ്യമായിട്ട് പൂവിട്ടതാണ്, ആദ്യമായിട്ട് തന്നെ അത് കായും പിടിച്ചു, ഒരെണ്ണാണെങ്കിൽ പോലും. പിന്നെ ഇത് കണ്ടോ, എത്ര കുഞ്ഞ് പേരയാന്ന് കണ്ടോ, നിറയെ കായ്കളാണ് ഈ കമ്പയിൽ. ഈ കമ്പയിലോട്ട് നോക്കി, ഇത് ഇഷ്ടം പോലെ അകത്തോട്ട് പോയിരിക്കുന്ന കമ്പുകളിലും എല്ലാം നിറയെ കായ്കൾ പിടിച്ചിരിക്കുന്നത്. ഇതൊരു തായ്ലാൻഡ് പിങ്ക് വെറൈറ്റിയാണ് ആ കണ്ടത്. മിറാക്കിൾ ഫ്രൂട്ടിലുണ്ടായ ആ മുഴുവൻ കിളി കൊണ്ടുപോയി. ഇനി നമുക്ക് ദേണ്ട് അങ്ങോട്ട് പോവാം. ബാ, ഈ കത്രിക്ക പറിച്ചില്ലേ, നമ്മുടെ എയർ പൊട്ടറ്റോ അല്ലെങ്കിൽ അടതാപ്പെന്ന് പറയുന്ന സാധനമാണ് ഇതേ. കണ്ടോ, നമ്മൾ വള്ളിയിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുറച്ചും കൂടെ വലുതായത് അത് ആ ചെറുത് കണ്ടോ. അതുപോലെ അങ്ങനെച്ചാ പറഞ്ഞേ ഒരെണ്ണം, ഒരെണ്ണം ഈ വലിപ്പത്തിലുള്ള ഈ വലിപ്പം മതി. കണ്ടോ,
ഇതാണ് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ വലിയ അടതാപ്പിൻ്റെ കായകൾ കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. ഈ അടതാപ്പിൻ്റെ വിത്തുകൾ ഞാൻ പല ആളുകൾക്കും നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അടതാപ്പിൻ്റെ വിത്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് വെള്ളത്തിനകത്ത് മുക്കണം. വെള്ളത്തിനകത്ത് മുക്കിയിട്ട് അധികം വെളിച്ചം വരാത്ത തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇതിനെ മാറ്റി വെക്കണം. അപ്പോൾ ഇതിന് മുള വരും. മുള വന്നതിന് ശേഷം മണ്ണിൽ നടുന്നതാണ് വളർന്നു കിട്ടാൻ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെയേ ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ദേ ഇതിനകത്തേക്ക് ഇടുക. പറഞ്ഞേ, നീ പറിച്ചത് ഇങ്ങോട്ട് ഇട്ടു. കരിയാപ്പിലാണോ? ഇത് കണ്ടോ, നമ്മുടെ വേറൊരു ചുവട് തക്കാളിയാണേ. അപ്പം എന്തേ അതും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ പഴുത്ത് തുടങ്ങിയിരിക്കുന്നതിനെ മാത്രം നമ്മൾ ഇതേപോലെ ഇങ്ങോട്ട് പറിച്ചെടുക്കും. പൊട്ടിയോ താഴെ വീണപ്പോൾ? കണ്ടോ, അത് താഴെ വീണ് പൊട്ടി. കണ്ടോ, കിളിപ്പിക്കാനുള്ള നല്ല പണിയാണേ. അപ്പം നമ്മളിത് ഞെക്കി പൊട്ടിച്ചിട്ടുണ്ട്. വിത്തെല്ലാം പുറത്ത് ചാടി. ഇതിനെ ഒന്ന് മണ്ണോടെ ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറ് വാരിയിട്ട് വെള്ളം തളിച്ച് തണലത്തോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം അത് കിളുത്ത് വന്നോളൂ. ആ പറിച്ചു. അവിടെ 2-3 പാവയ്ക്കുണ്ട്. നീ പോയി പറിച്ചു പാവയ്ക്ക. അണ്ടാ സൈഡിൽ അണ്ട അങ്ങോട്ട് പോ. കത്രിക എന്നേ കണ്ടോ, ഇതിനകത്തിട്ടോ. ആ പാകമായിട്ടുള്ളതെല്ലാം പറിച്ചെടുത്തു. ആ പറിച്ചോ. തീയൽ വെക്കാം കേട്ടോ, പഴുത്ത പാവയ്ക്ക പറിച്ചാൽ. ദേ കണ്ടോ, അണ്ട അവിടെ ഒരെണ്ണം കൂടെ പഴുത്ത് കിടക്കുന്നത്. അവിടെ കുറച്ചുണ്ടോ ഡീ? ആ വലതുവശം കണ്ടോ പഴുത്ത് കിടക്കുന്നത്. ചോളം കായ്ക്കാറായി നിൽക്കുന്ന കണ്ടോ? കണ്ടോ ചോളത്തിൻ്റെ ചോളം കയറി വരുന്ന കണ്ടോ? കാണുന്നുണ്ടോ? അവിടെ കാ വന്നിട്ടുണ്ട്. ഉള്ളതുണ്ട്. ചോളം കയറി വരുന്ന കണ്ടോ നീ? ആ, അത് നമ്മളിവിടെ കൊടുക്കുന്ന ചോളത്തിൻ്റെ വിത്ത് തന്നെയാണ്. ആ മുകളിലെ പൂ കാണുമ്പോഴല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ചോളം ഉണ്ടാകുന്നത് ഈ ഇലയ്ക്കും തണ്ടിനും ഇടയ്ക്കൂടെയാണ് കേട്ടോ. ഇനി അതേ സാധനം വേണേൽ പറിച്ചോ, ബജിമുളക്. വയലറ്റ് പയറിൻ്റെ വിത്തുകൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം. നല്ല സൂപ്പർ പയറാണ്. നേരത്തെ നമ്മൾ 3-4 ദിവസം ഇവിടെ വന്നിട്ട് വിളവെടുത്തുകൊണ്ടിരുന്നത് ഈ വയലറ്റ് പയറായിരുന്നു കേട്ടോ. ഇത് പച്ചയാണ്. അതുപോലെ ഇത് ബ്രൊക്കോളി ഉണ്ടോ, വെയിലടിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പൂവാണോ ഉണ്ടായി തുടങ്ങുന്നത്? ഇത് അല്ലേ, ഒരു പൂ പോലല്ലേ ഇരിക്കുന്നേ? അതെ അതെ അല്ലേ? അതെ 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 ഇത് പൂവല്ലേ? അതെ, വെള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ അല്ലേ വരുന്നത്? ആ, അല്ല മണ്ടയ്ക്കും വരും, സൈഡിൽ കൂടെയും വരും. ഇതേ മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ആ ഉണ്ട്, പൂവാ വരുന്നത്. ആ, പൂവന്ന് തുടങ്ങി. നമ്മുടെ ചോളം ഏകദേശം പാകമാകാറായതാണ്. ഇത് നല്ല ബ്രൗൺ കളറാകുമ്പോഴാണ് ഇത് പാകമായി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ചോളത്തിനകത്ത് നിറച്ച് മണികൾ വരുന്നത് അല്ലെങ്കിൽ വരാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്. ഇതിനകത്ത് ഇതേ മണികൾ കുറവാണ് ഇതിൽ, പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. നമ്മുടെ ഈ പയറേൽ ഒരു 5-6 പയറുണ്ടേ. അതും കൂടെ നമുക്കങ്ങ് വിളവെടുക്കാം. പടവലങ്ങ കിടക്കുന്നുണ്ടോ? ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ ഒരു 3-4 എണ്ണം ഇതേന്ന് പറിച്ചതാണ്. അതിപ്പം നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്കറിയാം. ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു 3 എണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും സാരമില്ല, അതിങ്ങനെ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മൾ വിളവെടുക്കും തോറുമാണ് വിളവ് കൂടുതൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് പയറുണ്ട് പറിച്ചെടുക്കാനായിട്ട്. ആ പയർ ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം. അതെന്നാന്നറിയോ അപർണ പിടിച്ചിരിക്കുന്ന സാധനം? നമ്മുടെ പീച്ചിലിപ്പം ആദ്യത്തെ സെറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായി വരുന്നുള്ളൂ. ശിവൻ കണ്ടോടെ അതിൻ്റെ മുമ്പിലൊക്കെ കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ പീച്ചിലിൻ്റെ കണ്ടോ? ആ, കറി വെക്കാം, തോരൻ വെക്കാം. ഇത് ഇവിടെ ഉണ്ട് എന്നാ പീച്ചിൽ. അത് മൂത്തം വിളവെടുക്കുവാണേ. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നീ എടുത്തു. ആ മൂത്താണേ പറിച്ചോ. വേണെടുക്കാം. അപ്പം നമ്മളിതേ ഇത്രയും പടവലങ്ങയും കൂടെ വിളവെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ കണ്ടോ അടിമാലിക്കാർക്ക് കൊടുത്തു വിടാനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തോ, നമ്മൾ തന്നെയല്ലേ ഇത് സാധാരണ മുറിച്ചെടുക്കുന്നത്. കണ്ടോ ഒരു മത്തങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുറ്റിപ്പയർ കണ്ടോ, ഇത്രയും വരെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറ്റിപ്പയറിന് കയറാനുള്ള
ചെറിയ കമ്പുകൾ കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ ഒരു കയറോ, നമ്മളിപ്പോൾ ഞാനിവിടെ സാധാരണ പടരുന്നതിനെല്ലാം പടർത്തുന്നത് ഈ പന്തലിലോട്ട് ചെറിയ കയറ് കെട്ടി അതുവഴി കയറ്റി കൊടുത്തിട്ടാണ്. ഈ ചെറിയൊരു കമ്പ് കുത്തി കൊടുത്താലും ഇത്തരത്തിലുള്ള പയറുകൾ, ഇനി കുത്തി കൊടുത്തില്ലെങ്കിലും കുറ്റിപ്പയറുകളാണെങ്കിൽ അവിടെ കിടന്ന് ഇഷ്ടംപോലെ കായ്കളുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വിളവെടുപ്പോടു കൂടി ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ്. കാരണം ഇവർക്ക് ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്ത് അടിമാലി വരെ എത്താനുള്ളവരാണ്. അപ്പം നമ്മളിവിടെ നിർത്തി താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. വിത്തുകൾ കിട്ടാനുള്ളവരെല്ലാം, ആവശ്യമുള്ളവരെല്ലാം നമ്മൾ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കൂടെ മെസ്സേജ് ഇടാൻ മറന്നു പോകല്ലേ.